സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിലപാടിൽ നിന്ന് അണുകിട മാറാതെ ഇറാൻ, പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക. ഇതിനിടയിൽ ചർച്ചയ്ക്ക് പാര പണിത് ഇസ്രയേൽ. തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്ന് ഒമാനിലേക്ക് ചർച്ച മാറിയിട്ടും പ്രതിസന്ധി മാത്രം മാറിയിട്ടില്ല. ആയത്തുള്ള അലി ഖൊമൈനിക്കെതിരെ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയ സാഹചര്യം, ഇറാൻ സേന 2 വിദേശ കപ്പലുകളെ പിടിച്ചെടുത്ത സംഭവം, ഇതെല്ലാം ചർച്ച തർക്കത്തിലേക്ക് കൂടുതൽ വഴിമാറാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതിനിടയ്ക്ക് ഇറാൻ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലായ ഖൊറം ഷെഹർ 4 പ്രവർത്തന സജ്ജമാക്കി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇറാന്റെ നിലപാടിനെ പിന്തുണച്ച് റഷ്യയും ചൈനയും ശക്തമായ അഭിപ്രായങ്ങളുമായി രംഗത്തു വന്നതും ശ്രദ്ധേയമായ നീക്കമാണ്. തർക്കം ഉള്ളതുകൊണ്ടും പുതിയ ചില പ്രതിസന്ധി സാഹചര്യങ്ങൾ രൂപപ്പെട്ടതുകൊണ്ടും ചർച്ച ഒരു ദിവസം കൊണ്ട് തീരാനിടയില്ല എന്നാണ് ഒമാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീരുമാനങ്ങളും വൈകും. മാത്രമല്ല, ചർച്ച വിജയിക്കാൻ തന്നെ സാധ്യതയില്ല എന്നാണ് പൊതുവെ നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. 4 കാര്യങ്ങളാണ് ഇറാൻ അമേരിക്ക ചർച്ചയിൽ പ്രതിസന്ധിയാകുന്നത്. അത് പരിശോധിക്കാനാണ് ഈ വീഡിയോ. ഒന്നാമത്തെ പ്രതിസന്ധി അമേരിക്കയുടെ ഭീഷണി സ്വരം തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്നതാണ് അമേരിക്കയുടെ നയം. അതിന് പറ്റില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ പരസ്പരം ബഹുമാനം വേണമെന്നാണ് ഇറാൻ പറയുന്നത്. ചർച്ചയുടെ അന്തരീക്ഷത്തിലും ട്രംപ് ആയത്തുള്ള അലി ഖൊമൈനിയെ ഭീഷണിപ്പെടുത്തി രംഗത്ത് വന്ന സാഹചര്യം കൂടി വരുന്നുണ്ട്. ഇതോടെ ഇറാൻ കൂടുതൽ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഒമാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രതിസന്ധി ചർച്ചയുടെ അജണ്ടയുടെ കാര്യത്തിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയാം. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കുക, ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുക, ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ് തുടങ്ങിയ പ്രോ സംഘടനകൾക്കുള്ള പിന്തുണ ഇറാൻ പിൻവലിക്കുക, ഇതെല്ലാം ചർച്ചയിൽ വരണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഒപ്പം പേരിന് ഇറാനിലെ ആഭ്യന്തര സംഘർഷവും പ്രക്ഷോഭകരെ ഇറാൻ കൈകാര്യം ചെയ്ത രീതിയും ചർച്ച ചെയ്യണമെന്നാണ് അമേരിക്ക നിലപാടെടുക്കുന്നത്. എന്നാൽ ആണവ പദ്ധതിയെക്കുറിച്ച് മാത്രമായിരിക്കും ചർച്ച എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. ആണവ പദ്ധതികൾ മരവിപ്പിക്കുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യാമെന്നാണ് ഇറാൻ നിലപാട് സ്വീകരിക്കുന്നത്. ഇത് ചെയ്യണമെങ്കിൽ അമേരിക്ക ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണം എന്നാണ് ഇറാൻ കർശന നിലപാട് സ്വീകരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യമോ മറ്റൊന്നുമോ ചർച്ചയ്ക്കെടുക്കാൻ ഇറാൻ ഒരുക്കമില്ല. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ ആവശ്യങ്ങളാണ് എന്നുള്ളത് ഇറാന് നന്നായി അറിയാം. അതായത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യവും പിന്നെ ഇറാൻ പ്രോക്സികളുടെ കാര്യവും. ഇറാൻ മിസൈലുകളുടെ ശക്തി കഴിഞ്ഞ 12 ദിന യുദ്ധസമയത്ത് ഇസ്രയേലിന് നന്നായി മനസ്സിലായതാണ്. മാത്രമല്ല, ഇറാൻ അനുകൂല സംഘങ്ങൾ ഇസ്രയേലിൻ്റെ ദുർനടപ്പിന് വലിയ ഭീഷണിയാണ് മിക്കപ്പോഴും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് മിസൈൽ പരിധി കുറയ്ക്കണമെന്നും പ്രോക്സികൾക്ക് സഹായം നൽകുന്നത് നിർത്തണമെന്നും അമേരിക്ക ഇസ്രയേലിന് വേണ്ടി ഇറാനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ അപകടവും ഉള്ളിലിരിപ്പും മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് പരസ്പരം വിശ്വാസമില്ലാത്തതാണ്. ഇറാന് അമേരിക്കയെ ഒരു തരത്തിലും വിശ്വാസമില്ല. കാരണം അമേരിക്ക എല്ലായ്പ്പോഴും ഇറാനെ ചതിച്ചിട്ടേയുള്ളൂ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ആണവ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കയുടെയും ഇറാൻ്റെയും ഉദ്യോഗസ്ഥർ ഒമാനിൽ ഒത്തുകൂടിയിരുന്നു. എന്നാൽ ജൂൺ 13 ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതോടെ ആ ചർച്ച നടന്നില്ല. അതുമാത്രമല്ല, ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ ഇസ്രയേലിനൊപ്പം ചേർന്ന് അമേരിക്ക പിന്നീട് ബോംബിടുകയും ചെയ്തു. 1980 മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധമില്ല എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, 2018 മെയ് മാസത്തിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറിയതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്നും പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു. കരാർ ഭയാനകരവും ഏകപക്ഷീയവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ അന്നത്തെ പിന്മാറ്റം. പിന്നീട് ഏകപക്ഷീയമായി ഇറാനുമേൽ വലിയ ഉപരോധങ്ങളും ട്രംപ് കൊണ്ടുവന്നു. ഇങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത നിലപാടുകളാണ് അമേരിക്ക, പ്രത്യേകിച്ചും ട്രംപ്, ഇറാനോട് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിന് കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ അമേരിക്കയോട് ഇറാൻ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കില്ല എന്നത് തന്നെയാണ്. ഇനി 4ാമത്തെ പ്രതിസന്ധിയിലേക്ക് വന്നാൽ ഇസ്രയേലിൻ്റെ നീക്കങ്ങളാണ് ആ പ്രതിസന്ധി. അമേരിക്ക ഇറാനെ ആക്രമിക്കണം എന്നാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിൽ നിന്ന് അമേരിക്ക പിന്മാറരുത് എന്നാണ് ഇസ്രയേൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും നെതന്യാഹുവും അമേരിക്കയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിന്മാറിയാൽ മേഖലയിൽ ഇറാൻ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. മുമ്പ് പലതവണ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവസാന ഘട്ടത്തിൽ ട്രംപ് പ്രത്യാഘാതങ്ങൾ ഭയന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല എന്നാണ് ഇസ്രയേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കരുനീക്കങ്ങളും ചതികളും നെതന്യാഹുവും കൂട്ടരും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒമാനിൽ നടക്കുന്ന ചർച്ചയിൽ കാര്യമായ ഫലമൊന്നും ഉണ്ടാകില്ല എന്നും തെറ്റിപ്പിരിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇസ്രയേലിനുള്ളത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഒമാനിൽ ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് കളമൊരുങ്ങിയപ്പോഴാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്, ആ ചർച്ച അങ്ങനെ കുളമാക്കിയത്. അതുപോലെ എന്തെങ്കിലും ചതി ഇസ്രയേൽ ചെയ്യുമോ എന്നുള്ള ആശങ്ക മധ്യസ്ഥ രാജ്യങ്ങൾക്കുണ്ട്. ഇറാൻ അക്കാര്യത്തിൽ കരുതലോടെ നീങ്ങുന്നുമുണ്ട്. കഴിഞ്ഞ വർഷവും ഇറാനെ ആക്രമിക്കുന്നതിലേക്ക് അമേരിക്കയെ വലിച്ചിഴയ്ക്കുന്ന സമീപനമാണ് ഇസ്രയേൽ സ്വീകരിച്ചത്. ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ ഇറാനെ തകർക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേലിനറിയാം. അതുകൊണ്ടാണ് നെതന്യാഹുവും കൂട്ടരും ട്രംപിനെ കൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചത് എന്നാണ് പിന്നീട് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയത്. എന്നാൽ അന്ന് അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതോടെ ട്രംപ് പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകുകയായിരുന്നു. ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വ്യോമ കേന്ദ്രങ്ങളിൽ നടത്തുമെന്ന് ഭയപ്പെട്ടാണ് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് വെടിനിർത്തലിലേക്ക് അന്ന് പോയതെന്നാണ് പിന്നീട് വന്ന വ്യാഖ്യാനം. അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന നെതന്യാഹുവിൻ്റെ തന്ത്രമാണ് അന്നും പൊലിഞ്ഞുപോയത്. എന്തായാലും ചർച്ചയുടെ അന്തരീക്ഷത്തിലും ഇറാൻ അമേരിക്ക മുന്നൊരുക്കങ്ങൾ ഇരുവരും കുറച്ചിട്ടില്ല. അതായത് രണ്ട് രാജ്യങ്ങളും മുന്നൊരുക്കങ്ങളൊന്നും കുറച്ചിട്ടില്ല. എല്ലാ അമേരിക്കൻ പൗരന്മാരും ഉടൻ ഇറാൻ വിടണമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തങ്ങൾ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് സ്വന്തം സേനയുടെ സുരക്ഷയും അമേരിക്കൻ താൽപ്പര്യങ്ങളുടെ സംരക്ഷണവുമാണെന്ന് വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതേസമയം രാജ്യത്തെ ഏറ്റവും നൂതനമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നായ ഖൊറം ഷഹർ 4 ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ ഒന്നിൽ വിന്യസിച്ചതായി അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കിയതായി ഇറാൻ സർക്കാർ മാധ്യമമായ പ്രസ് TV അറിയിച്ചിട്ടുണ്ട്. ഖൊറം ഷഹർ 4-ന് 2000 കിലോമീറ്റർ പരിധിയുണ്ടെന്നും 1500 കിലോഗ്രാം യുദ്ധമുന വഹിക്കാൻ ശേഷിയുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. അതായത് ചർച്ചയുടെ സാഹചര്യത്തിൽ ഇറാൻ സേനയുടെ നയം പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ചർച്ചയുടെ സാഹചര്യമൊന്നും ഇറാൻ സേനയോ ഇറാന്റെ ഭരണകൂടമോ കണക്കിലെടുക്കുന്നില്ല. അതിന് കാരണം അമേരിക്കയും ഇസ്രയേലുമൊക്കെ നേരത്തെ ഈ ചർച്ചയുടെ സമയത്ത് പോലും സ്വീകരിച്ച നിലപാടുകളാണ്. ഇത് ശത്രുക്കൾക്കുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ ഖൊറം ഷഹറിൻ്റെ പ്രവർത്തന സജ്ജമാക്കുന്നത് എന്നതാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നത്. ഇതിനിടയ്ക്ക് ചർച്ചയിലെ ഇറാന്റെ നിലപാടിന് വ്യക്തമായ ഭാഷയിൽ പിന്തുണച്ച് റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായി ചൈന ആവർത്തിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മേഖലയിലെ അസ്ഥിരത ഒഴിവാക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇറാനെതിരെ സൈനിക ബലം പ്രയോഗിക്കുന്നതിനെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പ് വീണ്ടും നൽകി. ഇറാനുമായുള്ള തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം റഷ്യ ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം, ഈ ചർച്ചയുടെ സാഹചര്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വീഡിയോ കോൺഫറൻസ് വഴി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇറാന് പിന്തുണ നൽകുന്നതിലും ഇരുവരും ഒരേ അഭിപ്രായം പങ്കുവച്ചു എന്നാണ് റഷ്യയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒമാനിലെ ചർച്ചയുടെ ഫലം എന്താകുമെന്നത് ലോകത്തിൻ്റെയും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയുടെയും ആകാംക്ഷയാണ്. ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴുള്ള സാഹചര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. എന്തായാലും ഇസ്രയേലിൻ്റെ പാരവയ്ക്കലുകളെയും ചതികളെയും നേരത്തെ സൂചിപ്പിച്ച പ്രതിസന്ധികളെയും അതിജീവിച്ച് നല്ല രീതിയിൽ ചർച്ചകൾ നടക്കട്ടെ, സമാധാനത്തോടെയുള്ള ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.